സംസ്ഥാനത്തെ മുസ്ലിം മതപഠനശാലകളിൽ ഞെട്ടിക്കുന്ന തരത്തിൽ പീഡനങ്ങൾ നടക്കുന്നതായി നോൺ റിലീജിയസ് സിറ്റിസൺ സംഘടന 2022 പത്ര റിപ്പോർട്ടുകൾ അടിസ്ഥാനത്തിൽ നടത്തിയ കണക്കെടുപ്പിൽ ഒരു വർഷം മാത്രം 40-ലധികം പീഡനങ്ങൾ നടന്നുവെന്നും സംഘടനയുടെ പ്രസിഡന്റ് ആരിഫ് ഹുസൈൻ വ്യക്തമാക്കി. ഈ ഹിന്ദു മത പാഠശാലകളോ അതല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളോ മറ്റ് സ്കൂളുകളോ ഇവിടെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മദ്രസകളിൽ അല്ലെങ്കിൽ ഇസ്ലാം മത പാഠശാലകളിൽ നിന്ന് വരുന്ന പോലെയുള്ള ഉയർന്ന തോതിലുള്ള പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ 2022 മാത്രം 4500ഓളം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 100ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും അല്ലാത്തതെല്ലാം കൂടി ശരാശരി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 കേസ് മദ്രസയിൽ മാത്രം, ഇസ്ലാമിക പാഠശാലകൾ മാത്രം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു എലിക്കണി വെച്ച് നമ്മൾ അവിടെ വെച്ച് ഈ കുട്ടികളെ ട്രാപ്പിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു അവസരം വെച്ച് കൊടുക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഇത് ചർച്ചയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മദ്രസകളിലേക്ക് കുട്ടികളെ അയക്കാതിരിക്കുക എന്നുള്ള അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മാറ്റുക എന്നൊരു സാഹചര്യം വന്നാൽ തന്നെ ഈ പീഡനങ്ങൾ കുറയും. ഒന്നാമത്തത്. 2, 18 വയസ്സിന് മുന്നേ താമസിച്ചുള്ള മദ്രസ ദർസ് പഠനം നിരോധിക്കുക.